ദേശീയപാത 66ന്റെ വികസനം സംബന്ധിച്ച് ജനകീയ സംവാദം സംഘടിപ്പിച്ചു. ജനകീയ കൂട്ടായ്മയാണ് കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ജനകീയ സംവാദം സംഘടിപ്പിച്ചത്. ദേശീയപാത വികസനത്തിൽ പൊതുജനങ്ങളിൽ അവബോധം നൽകുന്നതിനായാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ജനകീയ സംവാദം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. അനുദിന വികസനത്തിന് ദേശീയപാതയിൽ അടിപ്പാത അനിവാര്യമാണെന്നും ആ അർത്ഥത്തിൽ കരുനാഗപ്പള്ളി ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം ന്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ കൗൺസിലർ JP പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. ഡൈവേർട്ട് ചെയ്തൊരു കർവ് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മുടെ സർവീസ് റോഡ് വഴി ഡയറക്റ്റ് കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എൻട്രൻസ് ചെയ്യാനുള്ള സംവിധാനമാകും. അതില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അതിൻ്റെ അതിവേഗം ദ്രുതഗതിയിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ ആധുനിക സംവിധാനത്തോടു കൂടി ട്രോമാ കെയർ സംവിധാനത്തോടുകൂടി. ട്രോമാ കെയർ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രാധാന്യമുണ്ട്. വൈസ് ചെയർപേഴ്സൺ ഷഹ്ന നസീം, രവീന്ദ്രൻ പിള്ള, P സോമരാജൻ, സുരേഷ് പനക്കുളങ്ങര, അനീഷ് മുട്ടാണിശ്ശേരിൽ, സത്യൻ കണിമംഗലം, നാസർ ആറ്റുപുറം, കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, മൈദീൻ കുഞ്ഞ്, പുന്നൂർ ശ്രീകുമാർ, റിയാസ് ചക്കാലയിൽ, രാജേന്ദ്രൻ, അഷ്റഫ് തിരുവാലിൽ, അബ്ദുൽ കരീം, അനിൽകുമാർ, മുത്തുകൃഷ്ണൻ, ലീലാകൃഷ്ണൻ, ഇബ്രാഹിം കുട്ടി, മൈദീൻ കുഞ്ഞ്, ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.